പൊതുവെ നല്ല ഭക്ഷണപ്രിയരാണല്ലോ അല്ലേ? വ്യത്യസ്തമായ രുചികൾ തേടി അന്യനാടുകളിൽ വരെ പോകുന്ന മലയാളികളെ കുറിച്ച് നമ്മൾക്കറിയാം. അങ്ങനെ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത രുചിക്കൂട്ടായ മൈസൂർ ഫെനിക്ക് തൃശൂരിൽ പ്രിയമേറുകയാണ്. കർണാടകയിൽ വിവാഹമടക്കമുള്ള വിശേഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത വിഭവമായ ഫെനി പാട്ടുരായ്ക്കലിലെ KR ഡ്രീംസ് ആണ് തൃശൂരിന് പരിചയപ്പെടുന്നത്. കത്തുന്ന ചൂടിൽ ഒട്ടേറെ പേരാണ് ഫെനിയുടെ രുചിക്കായി തൃശൂരിലേക്ക് എത്തുന്നത്. ബാംഗ്ലൂരിൽ 2 കൊല്ലം വർക്ക് ചെയ്തതാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ കഴിച്ചിട്ടുണ്ട് ഈ മൈസൂർ ഫെനി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതധികം കണ്ടുവന്നിട്ടില്ല, ഇവിടെ മാത്രമേ കണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ ലെയർ ആയിട്ടുള്ളതാണ്. ആദ്യത്തെ ലെയർ ഓട്സ് അതൊക്കെ വെച്ചിട്ടുള്ളൊരു സെമി ലിക്വിഡ് സാധനമാണ്. പിന്നെ അതിൻ്റെ മുകളിലാണ് ഫെനി, അതിൻ്റെ മുകളിൽ ഐസ്ക്രീം വെച്ചിട്ട്, പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നല്ല റിച്ചാണ്. ഈ ചൂട് സമയത്ത് അത്യാവശ്യം നല്ലൊരു സാധനമാണ്, കഴിക്കുമ്പോൾ നല്ലൊരു റിലീഫ് കിട്ടും. വ്യത്യാസങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഹോട്ട് മിൽക്കിൽ ആണ് കൂടുതലായിട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹോട്ടിൻ്റെ ഒപ്പം ഇവിടുത്തെ ചൂട് കണക്കാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് കോൾഡ് ഇതിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിൽക്ക് പ്ലസ് കുറേ കണ്ടൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം പഴം എല്ലാം ഇട്ടിട്ട് ഐസ്ക്രീമും ഇട്ട് അതൊരു മിക്സാക്കി അടിച്ച് ആ ഒരു ടെക്സ്ചർ അത് അടിയിൽ വരുന്നതാണ്. അതിൻ്റെ മേലെയാണ് ശരിക്കും ഫേനി വരുന്നത്. അതിൻ്റെ മേലെ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും കുറേ നട്ട്സ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഐസ്ക്രീമും കൂടി ടോപ്പിംഗ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കഴിക്കുമ്പോൾ ഒരു സ്വീറ്റ് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് മഴക്കാലം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഹോട്ടായിട്ട് കൊടുക്കാനും പറ്റും. ഇത് കുറേ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും നല്ലൊരു ഡെസേർട്ടായിട്ട് എനിക്ക് തോന്നി. ഞാനും കുറേ കസ്റ്റമേഴ്സിന് ഇങ്ങോട്ട് പറഞ്ഞയക്കാറുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫെനിയുടെ രുചി അറിയണമെങ്കിൽ നേരെ തൃശ്ശൂരിലേക്ക് പോയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് എത്താം, വിശേഷങ്ങളിലേക്ക് എത്താം, ഒരിടവേളയ്ക്ക് ശേഷം.